പേര് ഷിജിനി എന്നാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഏപ്രിലാണ് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈ രണ്ടാമത്തെ പ്രാവശ്യം അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം, ഒന്നാമത്തെ സാക്ഷ്യം, എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. ഒരു 6 വർഷമായിട്ട് പ്രഗ്നൻസിയോടുകൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാനത് ഒരു കഴിഞ്ഞ വർഷം വരെ മെഡിസിൻ കഴിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ നിയോഗത്തിൽ വെച്ചിരുന്നു. അത് ഞാൻ എന്നും രാവിലെ പ്രാർത്ഥനയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു തൈലം തേച്ച്. അതിന് ശേഷം ഇപ്പോൾ ഈ 1 വർഷമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ മെഡിസിൻ ഇപ്പം എടുക്കുന്നില്ല. പിന്നെ എനിക്ക് ഒരു 20 വർഷമായിട്ട് നേഴ്സിംഗ് പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായിരുന്നു. എന്ത് ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എപ്പോഴും ഗ്യാസ്ട്രൈറ്റിസാണ്. ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റില്ല. എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യാൻ പോയാൽ ഇങ്ങനെ വയറ് കമ്പിച്ചു വരികയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വയറുവേദനയായിട്ടായിരുന്നില്ല അത് അനുഭവപ്പെടുന്നത്. പല ബൈക്കിലൊക്കെ ആണെങ്കിൽ എനിക്ക് കൊളുത്തി പിടിച്ചിട്ട് ശ്വാസം പോകാത്തൊരവസ്ഥയിലായിരുന്നു. പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം 1 വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ്. ആ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് അമ്മ മാതാവിനോട് എത്ര കാലമായി അമ്മ മാതാവ് ഞാൻ ഈ ഗ്യാസ്ട്രൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മ എനിക്ക് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. പിറ്റേ ദിവസം മുതൽ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഇല്ല. പിന്നെ എനിക്ക് കണ്ണിനൊരു ഇൻഫെക്ഷൻ വരുമായിരുന്നു ഒരു 6 വർഷമായിട്ട്. അത് ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കണ്ണിന് വരുന്ന ഒരു TB ആണ്, അത് പ്രശ്നമാക്കണ്ട. കണ്ണിന് ഇൻഫെക്ഷൻ വരുമ്പം കണ്ണിൽ മരുന്നൊഴിക്കാൻ അവർ മരുന്ന് തരും. പക്ഷേ അങ്ങനെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പ്രശ്നമാക്കണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ സൗദിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സൗദിയിൽ ചെന്ന സമയത്ത് അവർ TBയുടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് കാണിച്ചത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു 6 മന്ത് TBയുടെ മെഡിസിൻ എടുക്കണം, ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ആ സമയത്ത് എന്നും പ്രാർത്ഥനയിൽ രാവിലെ തൈലം തേച്ച് കുരിശ് വരയ്ക്കായിരുന്നു എൻ്റെ കണ്ണിൽ. അതും എനിക്ക് ഞാൻ അവിടുന്ന് ആ മെഡിസിൻ എടുത്തുകൊണ്ട് അവിടെ പോകാനുള്ള അനുഗ്രഹമെല്ലാം എനിക്ക് അമ്മ മാതാവ് തന്നതാണ്. കാരണം ഞാൻ പ്രോമെട്രിക് എക്സാമും എല്ലാ കാര്യത്തിനും അമ്മ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷവും പല കുട്ടികളും 3 പ്രാവശ്യമൊക്കെ പ്രോമെട്രിക് എഴുതി അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പത്രം കൊടുത്ത് അവർക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ 3ാമത്തെ ചാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പത്രം കൊടുത്ത് കൃപാസനത്തിന് ധ്യാനമെല്ലാം ഞാൻ യൂട്യൂബിൽ കാണിച്ചു കൊടുത്ത് അവരൊക്കെ പാസ്സായിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞ് 6 വയസ്സേ ഉള്ളൂ. അവൾ പഠിക്കുന്ന സെൻറ്റ് മേരീസിലാണ്. എന്നും രാവിലെ മാതാവിനെ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവൾ എന്നെ ഒരു ദിവസം അവൾക്ക് തക്കാളിക്ക പനിയുണ്ടായി. അവൾക്ക് കൂടുതലും വായിലാണ് ഇൻഫെക്ഷൻ വന്നത്. വായിലൊക്കെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായിരുന്നില്ല. ഒരാഴ്ചയോളം കുഞ്ഞ് വെള്ളം ഇറക്കാൻ പോലും പറ്റാതിരുന്നു. ആ സമയത്ത് അമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അമ്മ മാതാവേ എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അതിനുശേഷം കുഞ്ഞിന് നന്നായിട്ട് കഴിക്കാൻ പറ്റി. പിന്നെ എനിക്ക് എൻ്റെ അവിടെ ഗൾഫിന് പോകാനുള്ള എല്ലാ അമ്മ എനിക്ക് ചെയ്തു തന്നതാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ട് ബുധനാഴ്ച. അമ്മയ്ക്ക് നട്ടെല്ലിന് ഇടയിലേക്ക് അമ്മയുടെ സ്പൈനൽ കോഡ് ഞരമ്പ് കംപ്രസ് ആവുകയാണ്. അപ്പോൾ കാലിന് എപ്പോഴും തരിപ്പായിട്ട് നിൽക്കാനൊന്നും അധികം പറ്റൂല. അപ്പോൾ ഞാൻ അതിനുവേണ്ടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് വന്നത്. എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ കോഴിക്കോട് നിന്നായതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് കൂടുതൽ പത്രങ്ങൾ ഒരു 1500 പത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഡ്യൂട്ടി കഴിയുന്ന സമയത്ത്, ആദ്യം ഞാൻ ബേബിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകുമായിരുന്നു. പിന്നെ വൃദ്ധസദനത്തിലും അനാഥാലയങ്ങളിലും ഒക്കെ പോയിട്ട് എന്നെക്കൊണ്ട് മീൻസ് അവിടുത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയും പിന്നെ എന്നെ വസ്ത്രങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ
പിന്നെ പത്രങ്ങളൊക്കെ ഞാൻ പോയപ്പോഴായാലും അവിടെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഷജിനി എന്ന സഹോദരി തൻ്റെ ജീവിതാനുഭവം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എത്രത്തോളം ഈ മകളുടെ ജീവിതത്തിൽ അവരുടെ ഓരോ ആവശ്യങ്ങളിലും അവരുടെ പ്രതിസന്ധികളിലും സഹായിച്ചുവെന്നാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടിയിൽ നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോടത് പ്രാർത്ഥനയുടെ ഒരു തലം പങ്കുവയ്ക്കുന്നുണ്ട്, പ്രവർത്തനത്തിൻ്റെ ഒരു തലം പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു തലം കൂടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ 3 തലങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഉടമ്പടി പൂർണ്ണമായ അർത്ഥത്തിൽ നാം പാലിക്കുന്നു എന്ന് പറയുവാനാവുക. മകളുടെ വാക്കുകളിൽ നാം അത് കാണുന്നുണ്ട്. അവൾ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ കൃത്യതയോടുകൂടി ഓരോ നിമിഷവും ചെയ്യുകയും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് രോഗപീഠകളുടെ ഓരോ അവസരത്തിലും അമ്മ മാതാവ് തന്നെയാണ് ശരണമെന്നും സഹായമെന്നും അങ്ങ് തിരുക്കുമാരനോട് പറഞ്ഞ് പൂർണ്ണമായ ആരോഗ്യത്തിന് വേണ്ടിയും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും മകൾ യാചിക്കുന്നത് അവരുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു. രണ്ടാമത് അവരുടെ പ്രവർത്തനങ്ങളാണ്. അവൾ ആ ഓരോ പത്രം, കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രികയും മറ്റുള്ളവരെ സഹായിക്കുന്ന നന്മ പ്രവൃത്തികളും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അത് നൽകിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായി എന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം വളരെ വിശ്വസ്തയോടുകൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള നല്ല മനസ്സ് അവൾ കാണിക്കുന്നുണ്ട്. ആ നേർച്ച വസ്തു ഓരോന്നും വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവാണ് എൻ്റെ അവകാശവും ഓഹരിയും, അവിടുത്തെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണയിലും നേർച്ച വസ്തുക്കൾ വിശുദ്ധ തൈലം, ഉപ്പ്, തേൻ എന്നിവ എനിക്ക് ആരോഗ്യത്തിനും അനുഗ്രഹത്തിനും കാരണമാകുമെന്ന മകളുടെ ഉറച്ച പ്രത്യാശയുള്ള പ്രാർത്ഥനയും വിശ്വാസവുമാണ് അവൾക്ക് സൗഖ്യങ്ങളിലേക്ക് നിരന്തരം നയിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിലുള്ള ആശ്രയത്വം പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുമെന്ന് കൂടെ പഠിക്കുന്ന സഹോദരങ്ങളോട് പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ദൈവാശ്രയത്വത്തിൽ തോറ്റ പരീക്ഷകൾ വീണ്ടും എഴുതി ജയിക്കുവാൻ മകൾ സഹായിച്ചതിനെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഉടമ്പടിയുടെ ജീവിതം നമ്മളെ നിരന്തരം നയിക്കുക, ദൈവത്തിലുള്ള ആശ്രയത്വം, അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം, ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തിൽ നിന്നും ഒരു പ്രത്യാശയുള്ള, ആരോഗ്യമുള്ള, സമാധാനമുള്ള ഒരു കാലത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും എന്ന വലിയ സന്തോഷമാണ്. ഈ മകളുടെ ജീവിതാനുഭവത്തിനും സാക്ഷ്യത്തിനും ദൈവപിതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് പ്രസാദ് റിച്ചാർഡ്, പാലക്കാട് സുൽത്താൻ ബേ ഡയസീസിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പം ഞാൻ പള്ളിയുടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി എറണാകുളം വരെ പോകാനുണ്ടായി. പോയിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണുത്തി അടുത്തെത്തിയപ്പം ഞാൻ ബൈപ്പാസിൽ കൂടെ പോവാണ്. താഴെ സർവീസ് റോഡിലേക്ക് ആക്സിഡൻ്റായിട്ട് വീണു. പക്ഷേ ഇതെല്ലാം ലൈവായിട്ടൊരു ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പക്ഷേ വന്നു എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പം വണ്ടിയിൽ നിന്ന് കൈവിട്ടിട്ടില്ല. ആ ചേട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് കൈയെടുത്തു. അപ്പോൾ ആ ചേട്ടൻ വന്ന് എന്നെ പൊക്കിയെടുത്തു. അതുവരെ എന്നെ എടുത്തില്ല. കാരണം അവർ പറയണത് ആ വീഴ്ച കണ്ടിട്ട് അവർക്ക് തോന്നി ആൾ സ്പോട്ടിൽ പോയി. വണ്ടി അതുപോലെ 2ആയിട്ട് ഒടിഞ്ഞു. അപ്പോൾ എന്നെ പെട്ടെന്ന് അവരെടുത്തു. ഞാൻ വീണ സ്ഥലം, പരിശുദ്ധ അമ്മേനെ കൊണ്ടുപോയി ഇട്ട സ്ഥലം കറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഞാൻ വീണത്. സർവീസ് റോട്ടിൽ നിന്ന് വീണത് ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇടിയുടെ സൗണ്ട് കേട്ടിട്ട് ഡോക്ടർ, നേഴ്സ്, അവിടേക്ക് എല്ലാ പേഷ്യൻസും ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്നെ നോക്കാൻ. അവരെന്നെ എടുത്ത് കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റിന് കിടത്തി. അപ്പോഴും ആ ഡോക്ടർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ബ്ലീഡിങ് വരുന്നുണ്ടോ, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അവർക്ക് 108നെ വിളിക്കാനും പറ്റില്ല. കാരണം 108നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിവിയറായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണം. പക്ഷേ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ ഫസ്റ്റ് എയ്ഡ് എല്ലാം തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു. മണ്ണുത്തിയാണ് വീട്. ചേച്ചീനെ വിളിച്ചു. ചേച്ചി വന്നു. അപ്പോൾ പക്ഷേ എനിക്കിതെല്ലാം നടക്കണത് കാരണം എൻ്റെ വണ്ടിയുടെ ഡിക്കിയുടെ അകത്ത് കൃപാസന പത്രം, ഞാൻ ജപമാല കെട്ടും. അപ്പോൾ ജപമാല ഇതെല്ലാം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയ വഴിക്ക് വീട്ടിൽ കയറി അവിടുത്തെ ആൾക്കാർക്കെല്ലാം കൊടുക്കണം. അതും കൂടിയുള്ള ഒരു മോട്ടീവിലാണ് ഞാൻ പോയത്.
ഞാൻ പോയി. അപ്പോൾ അതെല്ലാം താഴെ കിടക്കുന്നുണ്ട്. ചേച്ചി വന്നു. അപ്പോൾ അവർ ആ നേഴ്സ് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കൃപാസന പത്രം കൊന്തയും എടുക്കണം, വേറെ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ളതിൻ്റെ ഒന്നും. അപ്പോൾ ഞാൻ അവിടെ ഇട്ടു. വണ്ടി പൊന്തിച്ച് വയ്ക്കാൻ കഴിയില്ല, അപ്പോൾ അവർ അവിടെ തന്നെ ഇട്ടു. അപ്പോൾ ചേച്ചി വന്ന് എൻ്റെ വണ്ടീനെ കണ്ടപ്പോൾ ചേച്ചി വിചാരിച്ചു പോയി, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ കണ്ടപ്പോൾ ചേച്ചി പേടിച്ച് വിറച്ച് നിൽക്കുക. ഞാനപ്പോൾ സ്വമേധയെ ഇറങ്ങിപ്പോയി. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി, ഞാൻ കുഴപ്പമില്ല, സേഫാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് സേഫാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകണം, മേ ബി എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ പക്ഷേ ഞാൻ പോയി, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവരെല്ലാം വന്ന ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ അവർ പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയ ഉടനെ അളിയനോട് ചോദിച്ചത് ആൾ തട്ടിപ്പോയില്ലേ, ആൾ ജീവനോടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞു ഇല്ല, ആൾ പയറുമണി പോലെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരും പറഞ്ഞു അങ്ങനെ വച്ചിരിക്കണ്ട, മേ ബി കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാം, അപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെയായിട്ടും മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുമില്ല. ഇത് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവം സഹായിച്ച് പരിശുദ്ധാമ്മയും ദൈവകുമാരനും എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു അലർജി പോലെ വന്നു. ഈ കയ്യിൽ ഫുള്ളും ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ചൊറിച്ചലും, അങ്ങനെ കണ്ടാൽ ഒരു ലെപ്രസിയുടെ ലുക്ക്. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒന്നും മാറിയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരേ മരുന്നെന്ന് വെച്ചാൽ കൃപാസന തൈലം, തേൻ, ഉപ്പ്, ഇത് 3 മാത്രമല്ല എൻ്റെ മരുന്ന്. ഞാൻ എല്ലാ ദിവസവും ഇത് പുരട്ടും, കുറേ ദിവസങ്ങളായി പുരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അവസാനം എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം 3-ാം തീയതി, എനിക്ക് മാർച്ച് 3 ബർത്ത്ഡേ. അപ്പം ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസം എനിക്ക് മാറ്റി തരണം, ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 3-ാം തീയതി ആയപ്പം ഫുള്ളായിട്ട് മാറിയില്ലെങ്കിലും കുറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു ഇത് മാറുണ്ടോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ മാറുണ്ട് ഏട്ടാ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞതും അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതിൻ്റെ ഒരു പൊടി പോലും പില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് പോയി. ഞാൻ ഉപയോഗിച്ച ഒരു 3 സാധനങ്ങൾ കൃപാസന തൈലം, ഉപ്പ്, തേൻ, ഇതുമല്ലാതെ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് വീട്ടിലാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്. അപ്പോൾ അവർ എപ്പോഴും എന്നോട് ഇത്തിരി പനി വന്നാലോ അപ്പോൾ എന്നോട് ചോദിക്കും തേൻ തരും ഇത്തിരി. അപ്പോൾ ഞാൻ കൊടുക്കും. അവരുടെ വിശ്വാസം, ആ കുട്ടികൾക്കുള്ള വിശ്വാസം തേനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ 10 കുപ്പി തേനാണ് വാങ്ങിച്ചു പോയത്. കാരണം അവർക്കും വിശ്വാസമാണ്, അവർക്ക് എന്ത് വന്നാലും ആ തേനാണ് അവർ കൂട്ടി കഴിക്കണത്. ഡോക്ടറെ അടുത്തേക്കൊക്കെ പോവും, പക്ഷെ എന്നാലും ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാൻ അവർക്ക് തേനാണ്. പിന്നെ 3-ാമത്തേതായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ തന്നെ ഒരു വിളിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഇത്രയും കാലം വീട്ടിൽ സംസാരിക്കാനോ എല്ലാത്തിനും പേടിയാണ്. വീട്ടുകാർ അതിന് എഗെയിൻസ്റ്റാണ്, ചേട്ടന്മാരാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാവരും എഗെയിൻസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ധൈര്യം, അവരുടെ അടുത്ത് എഗെയിൻസ്റ്റായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണിച്ചു തരും. അപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു പ്രാവശ്യം തമ്പുരാൻ കാണിച്ചെന്നൊരു വാക്കാണ്, അവരൊക്കെ ചേച്ചി PSC കോച്ചിങ്ങിനൊക്കെ പോണതാണ്. അപ്പോൾ ഞാൻ എന്നോട് തമ്പുരാൻ പറഞ്ഞു അവരെത്ര പ്രാവശ്യം PSC തോറ്റു, എന്നിട്ട് അവർ വീണ്ടും ട്രൈ ചെയ്യുന്നില്ലേ. അപ്പോൾ അവരെന്നെ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ മാർഗം തിരഞ്ഞെടുക്കാൻ ഞാൻ എത്ര പ്രാവശ്യം തോറ്റാലും ഞാൻ പോവും. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും ചില കാര്യങ്ങൾ. അപ്പം ഞാനത് വീട്ടിൽ പോയി പറയും. അപ്പോൾ അവസാനം ഇപ്പോൾ എല്ലാവരും വായടച്ചു, ഒന്നും മിണ്ടാറില്ല. ദൈവത്തിനും ദൈവകുമാരനും കോടാനുകോടി നന്ദി. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ, ഞാൻ ആദ്യത്തെ 2 ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനൊന്നും ചെയ്യാറില്ല. ഉടമ്പടി കൃപാസന പത്രം കൊടുക്കുക എന്നല്ലാതെ വേറൊരു പ്രവൃത്തിയും ചെയ്യാറില്ല. പിന്നെ അടുത്ത കുറച്ച് 3-ാമത്തെ പുതുക്കലൊക്കെ ആയപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് ഞാൻ റോഡുകളിലൊക്കെ ഫുഡ് കൊടുക്കാൻ പോകും പാലക്കാട് ടൗണിൽ. അപ്പോൾ ആദ്യത്തെ എനിക്ക് കൊടുക്കാൻ പോയപ്പോൾ നല്ലൊരു അനുഭവം. ഒരു 20 പൊതിയാണ് കൊടുക്കണമെങ്കിലും ഓരോ ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയ്ക്കേറെ സന്തോഷം അവർക്ക്, ഇത്രയും ഫുഡ് കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു സ്വമേധയാ കഷ്ടപ്പെട്ട് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് ഞാൻ തന്നെ കൊടുക്കാമെന്ന്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാൻ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് ഞാൻ തന്നെ, എൻ്റെ കൂടെ അമ്മയും സഹായിക്കും, എല്ലാവരും വീട്ടിലെ ആൾക്കാർ സഹായിക്കും. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഓർഫനേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. ദൈവമാതാവിനും പരിശുദ്ധ കുമാരനും കോടാനുകോടി നന്ദി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് പ്രസാദ് റിച്ചാർഡ് എന്ന സഹോദരനാണ്.
ഈ സഹോദരൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹങ്ങളും അഭിഷേകവുമാണ് ഈ സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഉടമ്പടിയെടുത്ത ഓരോ സഹോദരങ്ങളും ഉടമ്പടിയിലുള്ള പരിശുദ്ധ അമ്മയുടെ അളവറ്റ സംരക്ഷണത്തെക്കുറിച്ച് പറയാറുണ്ട്. ഈ സഹോദരന് നമ്മളോട് പരിശുദ്ധ അമ്മയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈ സഹോദരനെ സംരക്ഷിച്ചതായിട്ടും കരുതിയതായിട്ടും മാതൃസഹജമായിട്ടുള്ള വാത്സല്യത്തിൽ കൂട്ടിക്കൊണ്ട് നടന്നതായിട്ടും ഈ സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. എൻ്റെ പേര് ബിജി എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മുണ്ടൂരിൽ നിന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്, കർമ്മലമാതാ പള്ളിയിൽ നിന്ന്. ഞാൻ 2019 ലാസ്റ്റ് ജനുവരി മാസത്തിൽ ഞാനിവിടെ നവംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ വന്ന കാരണം പിന്നെ വരാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒരു ബുക്കും പിന്നെ തൈലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം, ഞങ്ങളുടെ തറവാട് വീട് പാലുവായിലാണ്. അവിടെ ശരിയായിട്ടുള്ള വഴി ഉണ്ടായിരുന്നില്ല. പിന്നീകൂടെയാണ് ആ പറമ്പിലേക്കുള്ള വഴി ഉണ്ടായിരുന്നത്. അത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഒരു 40-40 വർഷം മുമ്പ് തുടങ്ങി അവിടെ വഴിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീകൂടെയുള്ള വഴി കൂടെയാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്. അതൊരു 1 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ചുറ്റിയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഈ വഴിക്ക് വേണ്ടിയിട്ട് അവിടെ എപ്പോഴും ആ വീട്ടുകാരോട്, ഒരു ഹിന്ദുക്കളാണ്, നായന്മാരാണ്, അവരോട് ചോദിക്കാറുണ്ട്, അവർ തരാറില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എപ്പോഴും മനസ്സിൽ കിടക്കാറുണ്ട്. എപ്പോഴും അമ്മയും അപ്പനൊക്കെ ആയാലും എപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരോട് ചോദിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ആരും വീട് വെച്ചില്ല. എല്ലാവരും വേറെ സ്ഥലങ്ങളിലാണ് വീട് വെച്ച് താമസിച്ച് തുടങ്ങിയത്, കുട്ടികളുടെ പഠനത്തിനും കാര്യത്തിനൊക്കെ ആയിട്ട്. പക്ഷേ ആ പറമ്പ് അങ്ങനെ അവിടെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അതിനുശേഷം ഞാൻ 2022 രണ്ടാമതും ഇവിടെ വന്ന് കൊറോണ മാറിയതിന് ശേഷം ഇത് പുതുക്കാനും പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാനും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. എപ്പോഴും ഞാനൊരു നിയോഗമായിട്ട് ഈ ഒരു കാര്യം വയ്ക്കും. പിന്നെ അമ്മയും അപ്പനൊക്കെ മരിച്ചുപോയി. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിഷമമാണ്. അവരുപയോഗിച്ചിരുന്ന പറമ്പും അവർ പണി ചെയ്തിരുന്ന സ്ഥലങ്ങളും ഒക്കെയല്ലേ, അത് അനാഥമായി കിടക്കുകയല്ലേ എന്നുള്ള മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛന് അതിനുശേഷം ഒരു പ്രാവശ്യം ആധാരം കൊണ്ടുവന്ന് അച്ഛനത് കാണിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, നന്നായി പ്രാർത്ഥിക്കുക, ഒരു കാശുരൂപം തന്നു. അതിനുശേഷം പറഞ്ഞു, മാതാവ് സാക്ഷ്യം പറയാൻ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിടുക ചെയ്തത്. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ പത്രം കൊടുക്കാനായിട്ട് ഭർത്താവായാലും പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയും, നമ്മളിങ്ങനെ വഴി കൂടെയല്ലേ നടക്കണത്, അപ്പോൾ നമ്മുടെ പറമ്പിലേക്കും ഒരു വഴി കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതനുസരിച്ച് അവരോട് പിന്നീട് ഒരാളായിട്ട് ഇറങ്ങി അയാളോടായിട്ട് ചോദിച്ചപ്പോൾ അയാൾ ഒരു ഹെഡ് മാസ്റ്ററാണ്. ഇപ്പോൾ അത് ഭാഗം കഴിഞ്ഞ് മകൾക്ക് അവർ ആ സ്ഥലം ഭാഗം കൊടുത്തു. അപ്പം മകളുടെ ഭർത്താവ് ഒരു ഹെഡ് മാസ്റ്ററാണ്. ആ ഹെഡ് മാസ്റ്റർ ആയിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വഴി കിട്ടി. അവർ പറഞ്ഞ പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെൻറ്റിന് 5 ലക്ഷമൊക്കെ വെച്ച് ഞങ്ങൾ ആ വഴി നല്ലൊരു വഴിയായിട്ട് ഏറ്റവും ആ പറമ്പിലേക്ക് ഏറ്റവും നല്ല വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. അത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട്, ഇത്രയും വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന ഒരു കാര്യം സാധിച്ചപ്പോൾ അതെല്ലാവർക്കും വളരെയധികം മാതാവിനോട് പ്രാർത്ഥിക്കാനും ആ വിശ്വാസം അവരുടെ മനസ്സിലൊക്കെ വന്നു. പിന്നെ എൻ്റെ മകളുടെ ആദ്യത്തെ പ്രസവത്തിന് മൂത്ത കുട്ടിക്ക് 8 വയസ്സായി. പക്ഷേ ആ സമയത്തും ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷേ അതിനുശേഷം രണ്ടാമത്തെ കുട്ടിക്ക് ആദ്യത്തെ പ്രസവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫിറ്റ്സ് പോലെ വരലും വിറയൽ പോലെ വരുന്ന, അവൾക്ക് അങ്ങനെ വല്ല ചരിത്രം ഉണ്ടോ എന്നൊക്കെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ. രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ഞാൻ വളരെയധികം മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അവളുടെ രണ്ടാമത്തെ പ്രസവം നടന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ മകന് വേണ്ടിയിട്ട് അവൻ കൊറോണയുടെ സമയത്ത് അവന് ജോലി ഉണ്ടായിരുന്ന മോനായിരുന്നു. പക്ഷെ അവൻ കൊറോണയ്ക്ക് മുമ്പായിട്ട് MBA പഠിക്കാൻ വേണ്ടി അവൻ ജോലി വേണ്ടാന്ന് വെച്ചു. പക്ഷെ പിന്നെ കൊറോണയുടെ സമയത്താണ് MBA പഠിക്കാൻ പോയത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് നാൾ അവിടെ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ ബോംബെയിൽ.
പക്ഷെ പിന്നീട് വീട്ടിലിരുന്നിട്ടാണ് കോഴ്സ് ചെയ്തത്. ആ സമയത്ത് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ വഴിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്നൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. അന്നൊന്നും നമുക്കിങ്ങനെ അറിയില്ലല്ലോ ഇത്രയും ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഇത്രയും വലിയ കമ്പനികൾ ഓൺലൈൻ വഴിക്ക് നടത്തുമെന്നുള്ളതൊന്നും. അപ്പോൾ പക്ഷേ അതുകൂടി നല്ലൊരു ജോലി കിട്ടി. അവനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ കയ്യിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് അവൻ ഇൻ്റർവ്യൂ കൂടണത്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറയും, മോനെ ഈ കാശ് രൂപം കൈപ്പിടിച്ചിട്ട് മോൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവൻ വിചാരിച്ച കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി. അങ്ങനെ അവനിപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്യണു. അവൻ്റെ വിവാഹവും കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിനോടും ഈശോനോടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ വീടിന് ലഭിച്ചു. ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവും ഈശോയും അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു. പിന്നെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യണത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുക പൈസ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അംഗപരിമിതികളുള്ള കുട്ടികളെ, ബുദ്ധിയില്ലാത്ത കുട്ടികളെ നോക്കണ ഒരു മഠമുണ്ട്. അവിടെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ പറ്റാവുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 10:5 നിങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും. എന്തെന്നാൽ ഭൂമി മുഴുവൻ എൻ്റേതാണ്. ഇവിടെ ചേച്ചി പറഞ്ഞ ഈ സാക്ഷ്യത്തിൽ ഒരു വഴിയുടെ പ്രശ്നമാണ്. 65 സെൻറ്റ് സ്ഥലമുണ്ട്, പക്ഷേ 40 വർഷമായിട്ട് വഴിയില്ല. ഈ ഒരു വിഷയമാണ് ഉടമ്പടിയിലൂടെ പരിഹരിക്കപ്പെട്ട് കിട്ടുന്നത്. ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ് പാലിക്കുന്നത്. കർത്താവിൻ്റെ വചനം ജീവിക്കുവാനായി നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിൻ്റെ സ്വന്തമായി തീർന്ന് അവിടുന്ന് നമ്മുടെ ദൈവവും നമ്മൾ അവിടുത്തെ ജനവും എന്ന രീതിയിൽ മുന്നേറുമ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് സഹായിക്കുന്നതാണ് ഈ സാക്ഷ്യം. അതേപോലെ തന്നെ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഇതെല്ലാം ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രജിത അശോകൻ. ഞാൻ വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 2022 മാർച്ച് 22-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടിയിൽ വയ്ക്കാത്ത 2 അനുഗ്രഹങ്ങളാണ് ആദ്യം തന്നെ മാതാവ് തന്നത്. ഞാൻ ഇവിടെ ആദ്യമായി വന്ന അന്ന് തന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ കാണപ്പെടുകയും ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോൾ ക്യാൻസർ തുടക്കമാണെന്ന് അറിയുകയും ചെയ്തു. ഓപ്പറേഷന് ഡേറ്റ് എടുത്തിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടപ്പോൾ മാതാവാണ് അത് കാണിച്ചു തന്നതെന്നും വേഗം സുഖപ്പെടുമെന്നും പറഞ്ഞു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ഞാൻ പൂർണ്ണ ആരോഗ്യം ആവുകയും ചെയ്തു. പിന്നെ അസുഖം വന്നിരുന്ന സമയത്ത് എനിക്ക് നല്ല ആത്മവിശ്വാസവും എപ്പോഴും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇരുന്നത്. ക്ഷീണമോ തളർച്ചയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമതായി എനിക്ക് 30 വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അത് വന്നാൽ വൈകുന്നേരം വരെ ഛർദിയും തലവേദനയും, പിന്നെ എഴുന്നേൽക്കുന്നത് തന്നെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ രാത്രി ആകുമ്പോഴാണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ പറ്റുന്നത്. അത് എനിക്ക് 30 വർഷമായിട്ടുള്ളതാണ്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ എനിക്കത് വന്നിട്ടില്ല. പിന്നെ എൻ്റെ കുടുംബ വീട് ജപ്തിയുടെ വക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ജപ്തിയാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ അമ്മയും അമ്മയുടെ അനുജത്തിയും തമ്മിൽ ചെറിയ രീതിയിലൊരു വഴക്കുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് സ്ഥലം എടുക്കാമോ എന്ന് ചെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ ചിറ്റ സന്തോഷപൂർവ്വം സ്ഥലം എടുക്കുകയും ഞങ്ങൾക്ക് പൈസ അടച്ച് കടം വീട്ടാനും സാധിച്ചു. ഇപ്പോൾ കടമൊന്നുമില്ല. പിന്നെ 2023 ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് പൊടി അടിച്ചാൽ അലർജി പോലെ വരുമായിരുന്നു. തൊണ്ടയും മൂക്കും ചെവിയുമൊക്കെ ഒരേ സമയത്ത് തന്നെ ചൊറിച്ചിൽ വരികയും പിന്നെ തൊണ്ട കടിച്ചിട്ട് കാർപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 9 വർഷമായിട്ടുള്ളതായിരുന്നു. അതിനുശേഷം എനിക്കത് വന്നിട്ടില്ല. ആ ഗുളികയും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല.
പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പനി കൂടി. ഞങ്ങൾ കുടുംബ ഡോക്ടറെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, രാവിലെ ബ്ലഡ് എടുത്തിരുന്നു, വൈകിട്ട് വിളിച്ച് പറഞ്ഞു 47,000 ഉള്ളൂ കൗണ്ട്, വേഗം അടുത്ത ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. രാത്രി മുഴുവനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ തുള്ളി തേൻ വിശ്വാസപ്രമാണം ചൊല്ലി കൊടുത്തുകൊണ്ടിരുന്നു. ഞങ്ങൾ രാവിലെ രാജഗിരി ചെന്ന് അഡ്മിറ്റായി. അവിടെ നിന്ന് ബ്ലഡ് എടുത്ത് നമ്മൾക്ക് റിസൾട്ട് വന്നപ്പോൾ 1,16,000 ആയിരുന്നു കൗണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ രോഗം മാറി വീട്ടിൽ വരാൻ സാധിച്ചു. എൻ്റെ സഹോദരന് ഹെർണിയ വന്നത് മൂലം പൊക്കിൾ വീർത്ത് വരികയും ക്രിയാറ്റിൻ കൂടിയത് മൂലം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ വയറ് വലുതാവുന്നത് കൊണ്ട് ആൾക്ക് ശ്വാസം മുട്ടും മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ട് വന്നു. അപ്പോൾ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ക്രിയാറ്റിൻ നോർമലാവുകയും എപ്പോൾ വേണമെങ്കിലും ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് വന്ന് അതും ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ 4.5 ലക്ഷം ആവേണ്ട സ്ഥലത്ത് 2.5 ലക്ഷം രൂപ ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് തന്നു. അങ്ങനെ അവൻ അത് സുഖപ്പെട്ടു. അവന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ശ്വാസം കിട്ടാത്തത് മൂലം അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ എപ്പോൾ ബോധം വരുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ICUയിൽ കയറിയപ്പോൾ ഞാൻ അവനെ നെറ്റിയിൽ കാശ് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം തൊണ്ടയിലും നെഞ്ചിലും നിറിയലും എല്ലാം പുരട്ടി കൊടുത്തു. മണിക്കൂറുകൾക്കകം തന്നെ അവന് ബോധം വരികയും വൈകിട്ട് തന്നെ മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നെ എനിക്ക് ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്. പണ്ടത്തേതിനേക്കാൾ വെച്ച് ഒരുപാട് ഞാൻ മെച്ചപ്പെട്ടു എന്ന് പലരും പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരു തോന്നൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് രേഷ്മ. എൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് താമസിക്കണേ. അവൾക്ക് ചുമ കൂടി ഇൻഫെക്ഷൻ വന്ന് വോക്കൽ കോഡ് അകന്നിട്ട് ശബ്ദം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്താലും ശബ്ദം കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ അവൾ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം നെറ്റിയിലും തൊണ്ടയിലും നെഞ്ചിലും എല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഉപ്പും തേനും കഴിക്കാൻ കൊടുത്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവൾക്ക് ദിവസങ്ങൾക്കകം തന്നെ ശബ്ദം തിരിച്ചു കിട്ടി. അവളും ഭർത്താവും ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് പോയി. ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ വന്നിട്ട് പോയി. പിന്നെ കൂട്ടുകാരിയുടെ മകന് മറവി കാരണം പഠിക്കാനായിട്ട് പുറകോട്ടായിരുന്നു. അപ്പോൾ ഞാൻ തേൻ കൊടുത്തിട്ട് അവളോട് നന്നായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറഞ്ഞു. ആ വർഷം SSLC പരീക്ഷയ്ക്ക് അവന് ഫുൾ A+ കൂടി അവൻ പാസ്സായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ വീടുകളിൽ കയറിയാണ് പത്രങ്ങളൊക്കെ കൊടുക്കാറ്. അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ വയസ്സായ അമ്മമാരുള്ള ഒരു അനാഥാലയം അടുത്തുണ്ട്. അവിടെ പോയി അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവിടെയുള്ള ജോലികളിലെല്ലാം പങ്കാളിയാകാറുണ്ട്. പിന്നെ ഞാൻ സ്വയം തന്നെ ചോറൊക്കെ ഉണ്ടാക്കി പൊതി കെട്ടിയിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ചേച്ചി എൻ്റെ കൂടെ വരും. ഞങ്ങൾ 2 പേരും കൂടിയാണ് ആ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ പോകാറ്. ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇത് ചേച്ചി ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് രോഗം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞു ഇത് മാതാവ് കണ്ടുപിടിച്ചു തന്നതാണ്. ഇപ്പോൾ ചേച്ചി പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നു. അതുമാത്രമല്ല ചേച്ചി ഈ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നേർച്ച വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹസ്ബൻഡിന്, അനുജന്, കൂട്ടുകാരുടെ മകന്, ഇങ്ങനെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടുകയാണ്. സൗഖ്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു കുട്ടിക്ക് പഠിക്കുവാനുള്ള കൃപ കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ചേച്ചിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഇപ്പോൾ ചേച്ചി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തനിയെ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിച്ച് അവരെ സഹായിക്കുന്നു. ഈശോ പറഞ്ഞു ഈ എളിയവരിൽ ഒരുവനിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് നേരിട്ട് ദൈവത്തെ തന്നെ സഹായിക്കുവാനുള്ള അവസരമാണ് നമ്മൾക്ക് ഉടമ്പടി വഴി ലഭിക്കുന്നത്. ചേച്ചി ഇങ്ങനെ ഈശോയോട് കൂടുതൽ അടുത്തപ്പോൾ ചേച്ചിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ചേച്ചി പറഞ്ഞു. 30 വർഷമായിട്ടുള്ള മൈഗ്രെയിനാണ് മാറുന്നത്.
9 വർഷമായിട്ടുള്ള പൊടി അലർജിയാണ് മാറുന്നത്. അങ്ങനെ ദൈവത്തോട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലും ജീവിതമണ്ഡലങ്ങളിലും എല്ലാം വ്യാപരിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ചോയി ഞാൻ കണ്ണൂരിൽ നിന്ന് വെള്ളാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ജനുവരി 21-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന കാരണം എന്ന് വെച്ചാൽ എനിക്ക് കഠിനമായി നടുവേദന ഉണ്ടായി. +1 പഠിക്കുമ്പം ആദ്യമേ ചെറിയൊരു തോതിലൊരു വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് വലുതായി. ഞാൻ ഡോക്ടറിനെ കാണിച്ചു, MRI എടുത്തു. അപ്പം പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ മംഗലാപുരത്ത് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. വേദന കൂടി 6 മാസത്തോളം ഞാൻ ബെഡ് റിഡനായി. എന്നിട്ട് ഞാൻ ഡിപ്രഷണൽ സ്റ്റേജിലോട്ട് കടന്നുപോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചി പറഞ്ഞത്, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, അമ്മേനെ കാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ വേദന മാറ്റണേ. ഞാൻ ഇവിടെ വന്ന് 21-ാം തീയതി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 2-ാം തീയതി എൻ്റെ വേദന മാറ്റി. ഞാൻ പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. എനിക്ക് ഓപ്പറേഷൻ വേണം. ഡോക്ടറിനെ തന്നെ വീണ്ടും പോയി കാണിച്ചു. MRI എക്സ്റേ എടുത്തു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷന് ഒരു ആവശ്യവും വേണ്ട. പിന്നെ ഇപ്പോൾ 5 വർഷമായി ഇതുവരെയും വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് എക്സാമിന് വലിയ ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ GNM നേഴ്സിംഗ് ആണ് പഠിച്ചത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം 3 വർഷവും ഞാൻ ഒരു ഫെയിലിയറും ഇല്ലാതെ പാസ്സായി. ഫൈനൽ ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സാകാൻ പറ്റി. പിന്നെ 11 വർഷമായി എൻ്റെ വീട് പണി മുടങ്ങിക്കിടക്കുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം വീട് പണി പൂർത്തിയായി. വഴിയുടെ തടസ്സം മാറ്റി. അമ്മ മാതാവിൻ്റെ തിരുമാറിനും ഒരുപാട് കൂടി നന്ദി പറയുന്നു. ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട്. ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ പള്ളിയിലൂടെ പോകുമ്പോഴായിരിക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്. പള്ളിയിലോട്ട് പോകുമ്പോൾ ഒത്തിരി ദുഃഖത്തോടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം എന്തോ ഒരു ആശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. ഒത്തിരി സന്തോഷവും വരും. പിന്നെ എൻ്റെ കൂടെ പഠിച്ച 3 പേരെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും അമ്മ മാതാവിനെ കാഴ്ചവെക്കുകയും അവർ ഉടമ്പെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പൊന്നമ്പിളി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: കർത്താവേ, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഇവളുടെ കഠിനമായിട്ടുള്ള നടുവുവേദനയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സഹായകരമായിട്ട് സൗഖ്യമായിട്ട് കടന്നു വന്നതെന്നും അതുപോലെ തന്നെ ഇവളുടെ പഠനത്തിൻ്റെ മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള കരം എങ്ങനെയാണ് ഇവൾക്ക് അനുഗ്രഹമായിട്ട് മാറിയതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ, ദൈവത്തിന് തന്നെ സമർപ്പിക്കുവാനായിട്ട് തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവികമായിട്ട് വലിയ നിറവിൽ, അഭിഷേകത്തിൽ, അനുഗ്രഹത്തിൽ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നീ സാക്ഷ്യത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരി നമ്മളോട് പറയുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള ശക്തി നമ്മളുടെയൊക്കെ ശരീരങ്ങളെയും ആത്മീയമായിട്ടുള്ള വളർച്ചയെയും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഓരോ അവസ്ഥയിലും നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവളുടെ കുടുംബത്തിലും ഇവളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വം